अरे वो बॉलीवुड फिल्म लोगों इधर देखो मेरा बात तुम सुनो तुम लोगों को DDLJ दिलवाले दुल्हनिया ले जाएंगे शूट करना चाहिए तो करो कोई अदर जगह में करो वही केरला क्यों തേക്കപ്പെട്ട സുന്ദരി സത്യത്തിൽ ഈ സിനിമ നടക്കുന്നത് ഒരു തേക്കപ്പെട്ട യൂണിവേഴ്സിലാണ് ആ തേക്കപ്പെട്ട യൂണിവേഴ്സിലെ ഒരു തേക്കപ്പെട്ട കേരളത്തിലാണ് ഈ കഥ നടക്കുന്നത് ഞാൻ ഇനി അഭിപ്രായം കുടുംബത്തെ പറ്റി അല്ലടാ സത്യം ഇതേ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നല്ലോ ശാലിനി ഉണ്ണികൃഷ്ണൻ അതിന്റെ വേറെ വേർഷനാണ്. പക്ഷെ ഇത് റോം കോം ആയതുകൊണ്ട് അങ്ങനെ റൊമാൻസും കോമഡി പരിപാടിയൊക്കെ ആയിട്ട് പോണ് എന്ന് മാത്രം. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി, ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി പറയാനില്ല. ഒരു പോസിറ്റീവ് കാര്യം എന്ന് പറയാനുള്ളത് അല്ലെ ഏക പോസിറ്റീവ് കാര്യം എന്ന് പറയാനുള്ളത് ഈ ഒരു ബ്യൂട്ടി ഓഫ് കേരള നമുക്ക് ബിഗ് സ്ക്രീനിൽ നല്ല രീതിക്ക് കാണാൻ പറ്റും ഈ സിനിമ. ഓർക്കണം, ഇത് ജാൻവിയുടെ കഥാപാത്രം 100% മലയാളിയാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ജാൻവി വാ തുറന്നിട്ട് പറയുന്ന ആദ്യത്തെ ഡയലോഗ്, നിങ്ങൾ എന്തിനാ വന്നേ, നിങ്ങൾ എന്തിനാ വന്നേ. ഒരബദ്ധം പറ്റിപ്പോയി. അവിടുന്ന് തുടങ്ങിയിട്ട് അവിടെ ആരംഭിക്കുക മലങ്കൾട്ട്. ഇദ്ദേഹം ബൂട്ടാട്ടേക്കുന്നത് നല്ല കോമ്പിനേഷനാണ്, ബൂട്ട്സും മുണ്ടും ഇതിട്ടിട്ട് ലാസ്റ്റ് ഇദ്ദേഹം ഒരു തെങ്ങിന്റെ മുകളിൽ വലിഞ്ഞു കയറുക, ബൂട്ടിട്ടിട്ട് തെങ്ങിൽ കയറുക. ഇതൊക്കെയാണ് ഈ പരം കരവാണം ഈ മണ്ണുണ്ണിയുടെ അതുപോലെ തന്നെ തെക്കപ്പെട്ട സുന്ദരി ദാമോദരൻ പിള്ളയുടെയും കഥ. അതിനിടയിൽ നമ്മളെ അത്രയ്ക്ക് മോശമായ പ്രാണനെ പറ്റി അത്രയ്ക്ക് മോശമല്ല, എന്നാലും വളരെ മോശം. അപ്പൊ ഇതാണ് ഞാനിത് ഇങ്ങനെ ഒരു ഓണപ്പടം എന്ന നിലയ്ക്ക് മലങ്കൾട്ടായിട്ട് രണ്ടര അടിച്ചിട്ട് കാണാൻ പറ്റിയ സാധനം. കാരണം കോമഡി പീസ ഈ പറം എന്ന് പറയുന്ന കക്ഷി അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളും പിന്നെ ജാൻവിയുടെ ഡബിങ്. പിന്നെ റേഞ്ചിന് വേണ്ടി തെങ്ങി കയറിയിരിക്കുക. റേറ്റ് സാധനങ്ങളാണ് നമ്മുടെ നാട്ടിൽ റേഞ്ചേ ഇല്ലെന്നാണ് പറയുന്നത്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഇവിടെ കേരളമൊക്കെ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണടേ. മോന് പറ്റും മുറച്ചിറക്കിന് പറ്റി കല്യാണം ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഇവനെ കാണുമ്പോൾ കണ്ണ് തള്ളും. അത് ഞാൻ പറഞ്ഞില്ല, സിദ്ധാർത്ഥ മൽഹോത്രയുടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആരായാലും കണ്ണ് തള്ളും. അപ്പം അങ്ങനെ അവനെ സൈഡിൽ വെച്ചിട്ട് ഇവൻ്റെ അടുത്ത് കൺഫ്യൂഷൻ. ഏത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ സിറ്റുവേഷൻഷിപ്പ് പരിപാടി അത് തന്നെ. അങ്ങനെയൊക്കെ അയ്യോ കഷ്ടം, അയ്യോ എന്താ ഒരു പാടം എടുത്ത് വെച്ചേക്കണ്. കേരളത്തിന്റെ ഒരു തേങ്ങയും അറിഞ്ഞുകൂടാതെ പിന്നെ അവർക്ക് അറിഞ്ഞൂടാത്തൊരു കാണുമ്പോൾ ഇതാണ് കേരളം എന്ന് ചിന്തിക്കും. എന്തായാലും മറ്റേ കേരള ടൂറിസ്റ്റിനൊക്കെ കാട്ടിലും എൻ്റെ പൊന്നു മോനെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ. ഇതിന് നാഷണൽ അവാർഡ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബെസ്റ്റ് ഡയറക്ഷൻ, സിനിമാറ്റോഗ്രഫി, ആക്ടിങ് ഒക്കെ അടുത്ത വർഷത്തെ നാഷണൽ അവാർഡ് വാങ്ങിക്കാൻ പോകുന്ന സിനിമയാണിത്. നന്നായിട്ട് തൽക്കാലം ഇത്രയും മതി. വരട്ടെ.